പോകുന്ന സമയം 7:15 മണിയായി. ഇനി പോയിട്ടുള്ള കാര്യമുണ്ട്, ജോലിക്ക് പോകണോ? ഞായറാഴ്ചയിൽ കളയണ്ട. ഓക്കെ പോയിട്ടേ പോയിട്ട് ബൈ സീ യു. പേഴ്സ്, ഫോൺ, റെയിൻകോട്ട്, കുടിക്കാനുള്ള വെള്ളം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. വേറെ വിഷയമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ സെറ്റാണല്ലോ സുധീഷേ. സത്യം പറഞ്ഞാൽ ജോലിക്ക് പോകാൻ ഇൻട്രസ്റ്റ് ഇല്ല, വ്ളോഗ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല. വീട്ടിൽ ആൾക്കാർ വരുമ്പോൾ നമുക്കൊന്നും തോന്നില്ല പള്ളി പോകാനായിട്ട്. പോയിട്ട് ഓക്കെ നമ്മളെ വീട്ടിൽ നിന്ന് ഐശ്വര്യമായിട്ട് ഇറങ്ങി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് പോകേണ്ട ലൊക്കേഷൻ അസീസ് റെസ്റ്റോറൻറ്റ് പൂജപ്പുര. അവിടെ കറക്റ്റ് 1 കിലോമീറ്റർ ദൂരമുണ്ട്. ഓക്കെ, ഇത് ഒരു കാതൽ നേരം. അസീസ് റെസ്റ്റോറൻറ്റ് റീച്ച് ലൊക്കേഷൻ റെഡി ആയിട്ടില്ല, പ്രിപ്പയറിംഗ് ആണ്. വെയിറ്റ് ചെയ്യാം. അങ്ങോട്ട് പോകേണ്ടത് പേയാടാ, അപ്പം അങ്ങോട്ടല്ലേ പോകേണ്ടത്. വണ്ടി ഈ സൈഡിൽ പോയി ഒതുക്കി പോയി നല്ല തിരക്കുണ്ട്. വെയിറ്റ് ചെയ്യാം. സലീംകുമാർ മരിച്ചു പോയില്ലേ, എന്തുമാത്രം കോമഡി ആയിരുന്നു ഒരു സമയത്തല്ലേ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ കല്യാണ സിനിമ ഉണ്ടല്ലോ, അതിലൊക്കെ കോമഡിയൊക്കെ ഭയങ്കര ഫേവറേറ്റാണ് എനിക്ക്. എത്ര വട്ടം കണ്ടാലും മടുക്കില്ല. എന്തോന്ന് വഴക്കാ. അപ്പോൾ തിരക്കൂടി ഇപ്പോൾ കലിപ്പായി. സംഭവം റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡർ 7686 ഇത് തന്നെ നല്ല വലിയ ഓർഡറാണ് കേട്ടോ. ഓക്കെ, ഓർഡർ ആയിട്ട് എന്ന് പറയുന്നത് പൊറോട്ട വിത്ത് ചിക്കൻ ചുക്ക പൊറോട്ട, പിന്നെയും 4 പൊറോട്ട വിത്ത് ബട്ടർ ചിക്കൻ ബേക്ക്ഡ്. ഞായറാഴ്ച അല്ലേ, തട്ടുകേട്. നല്ല വെയിറ്റ് ഉള്ള ഓർഡർ ആണല്ലോ. ഓക്കെ ബൈസൺ പോകാനാ പറയാനല്ലേ പോണത്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പേയാടാണ്. ഇവിടെ കറക്റ്റ് 5 പോയിന്റ് അല്ലല്ലോ. ഓക്കെ ഒന്നും പറയാം. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പേയാടാണ്. ഇവിടെ കറക്റ്റ് 5.8 കിലോമീറ്റർ ദൂരമുണ്ട്. മണി കറക്റ്റ് 7:30 മണിയായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഓരോ വ്ളോഗ് ചെയ്യുമ്പോൾ ചലഞ്ചാണ്. കാരണം വേറെ ഒന്നുമില്ല, കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ കാര്യങ്ങൾ ഈ വ്ളോഗിൽ പറയാൻ പാടില്ല. പുതിയ കാര്യങ്ങൾ പറയണം. അങ്ങനെ ആകുമ്പോൾ എനിക്കത് കണ്ടെത്താൻ പാടായിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് സ്റ്റോക്ക് തീർന്നു പോകണം. എന്ത് ചെയ്യാൻ, എന്തെങ്കിലും പുതിയതായിട്ട് പറയണ്ട. എന്ത് പറയാം, ഇതേ മഴക്കാലമാണ്, മഴ ഇപ്പോൾ ഇങ്ങനെ പെയ്യുന്നത്. ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ. ബൈസൺ എന്തെങ്കിലും പറ, എനിക്ക് പറയാനൊന്നുമില്ല. നീ എന്തേ പറ. എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, പെട്രോൾ അടിക്കുകയോ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയോ പോവുക. ഇനി അങ്ങേക്ക് ഇഷ്ടമായില്ലെങ്കിൽ അങ്ങനെ തന്നെ വെച്ചിട്ട് ഞങ്ങൾ മാറിന്നോളാം. ഇത്രയും പറയാൻ അറിയാലോ, മതി ഇതൊക്കെ തന്നെ. ബൈസൺ ഞാൻ ചേർന്ന് എവിടെയൊക്കെ പോയിട്ടെന്ന് പറയാം അല്ലേ. കൊടൈക്കനാൽ, ഊട്ടി, മൂന്നാർ. നീ കുറെ പോകണ്ട ബൈസൺ, ഇന്ത്യ മൊത്തം കറങ്ങണ്ടേ. ഞാൻ വെയിറ്റിംഗ് ആണ്. കുറെ ഡയലോഗ് മാത്രമേ ഉള്ളൂ, ഒന്നും നടക്കണില്ല ഇവിടെ. നടക്കണില്ല, എന്ത് ചെയ്യാം, പൈസ വരണ്ടേ. നിനക്ക് പെട്രോൾ അടിക്കാനേ ഇവിടെ മുക്കണ്. നടക്കും ബൈസൺ, ഞാൻ പറഞ്ഞ പോലെ 2027 ആവട്ടെ ഫിനിഷ്. ഓക്കെ, അപ്പോൾ കഥ തീർന്നാ ഫിനിഷ് എന്ന് പറയുന്നു. അങ്ങനെയല്ല, നമ്മളെ കഷ്ടപ്പാട് ഫിനിഷ് എന്ന്. ഓ അങ്ങനെ. കിങ് ഓഫ് TVM കൂടെ വരും പടൈകളെ പാറ്. ഇവിടെ ആളുണ്ടോ പെട്രോൾ അടിക്കാനായിട്ട്? ഉണ്ടല്ലോ, 2 പേരുണ്ട്. എത്ര അടിക്കാം? 110, ഒരു 120. പെട്രോൾ വില കൂടിയാണ്, 115 ഇപ്പം. പണ്ടൊക്കെ 110 അടിച്ചാൽ മതിയായിരുന്നു. 120 അടച്ചുണ്ടേ. പോന്നാ 120 രൂപ ഫോൺ പേയിൽ കിട്ടിയിട്ടുണ്ട്. നന്ദി ഇല്ല എനിക്ക്. പെട്രോൾ വില കൂട്ടി വെച്ചിട്ട് 107 പെട്രോളാണ്. 8 രൂപ കൂട്ടിയില്ല അവർ. 8 രൂപ ഉണ്ടെങ്കിൽ എന്തൊക്കെ വാങ്ങാൻ അറിയാമോ? ഒരു മുട്ട വാങ്ങിക്കാം. മുട്ട 7 രൂപ 8 ഒരു 2 പാളയം കൂടെ പഴം വാങ്ങിക്കാം. ദാറ്റ് ഈസ് ദ ഫീലിംഗ് ഓഫ് ദ റേറ്റ് ഹൈ ഓഫ് ദ പെട്രോൾ ചാർജ്. ബൈസൺ 4 വാക്ക് ഇംഗ്ലീഷ് പറ. I don't know. വാ, കറക്റ്റ് ഇംഗ്ലീഷ് കേട്ടാ. ഹോളിവുഡ് സിനിമ കാണുമ്പോഴേക്കും. ഹേയ് ബാഗിയായി കിഴുത്ത് അണിയും ഹേയ് സോൾജറുകൾ നാങ്ക. നമുക്ക് ഈ ലൊക്കേഷനിൽ പോകാൻ 2 റൂട്ടുണ്ട്. ഒന്ന് മങ്കാട്ടോടെ വഴിയും പോവാം, ഇത് പേയാട് വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് എളുപ്പം. മറ്റേതാകുമ്പോൾ 500 മീറ്റർ, മറ്റേതാകുമ്പോൾ 500 കിലോമീറ്റർ. മറ്റേതാകുമ്പോൾ 500 മീറ്റർ ദൂരം കൂടുതലാണ്. ഇത് വലിയ വിഷയമില്ല. സൂപ്പർ ആട്ടാ. ഇവിടുത്തെ കാലാവസ്ഥ നല്ല തണുത്ത ഫീൽ. ഇവിടെ എന്താ സംഭവം? വയലാണല്ലേ, കൃഷി കംപ്ലീറ്റ്. അതാണ് നല്ല തണുപ്പായിരിക്കും ഈ ഭാഗത്തൊക്കെ. സൂപ്പർ ഐ ലൈക്ക് ഇറ്റ്, ഐ ലവ് ഇറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങോട്ട് പോകണം? സുധീഷ മാപ്പ് നോക്ക്. മാപ്പ് എവിടെ? മാപ്പ് നോടക്കില്ല. നോക്ക്, കണ്ണ് തുറന്ന് നോക്ക്. നേരെ പോയാൽ മതിയാ. സ്ട്രൈറ്റ്. റോഡുണ്ടോ ഇല്ലയോ? എല്ലായിടത്തും ബമ്പുണ്ട്. ഓക്കെ, ഇവിടെ റൈറ്റിലാണ് പോകേണ്ടത്. സ്വാഗതം KB നഗർ. നല്ല കുത്ത് കയറ്റാണല്ലോ ഇങ്ങോട്ട്. ഇവിടെ ഒന്നും ലൈറ്റ് ഇല്ലെങ്കിൽ ഫുൾ ഹൊറർ മൂഡായിരിക്കും അല്ലേ. ഓക്കെ, റീച്ച് ദ ലൊക്കേഷൻ ഓഫ് കസ്റ്റമർ. ഇവിടെയാണ് കാണിക്കണത്. ഇവിടെ അല്ലേ? ഓക്കെ ശരിയാണ്. ഓക്കെ, ഓർഡർ നേരെ പോകണോ വന്ന വഴി പോകണോ? വന്ന വഴി കൂടെ പോവാം. ചിലപ്പോൾ അവിടെ ഓർഡർ കിട്ടില്ല. ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ സമയം ഒട്ടുമില്ല. ഇനിയുള്ള 2.5 മണിക്കൂറിൽ മാക്സിമം ഓർഡർ എടുത്താലേ നാളത്തെ ലോൺ അടയ്ക്കാൻ പറ്റുള്ളൂ. അടച്ച് പറഞ്ഞാൽ വിളിക്കും. സാർ ഇതുവരെയായിട്ട് ലോൺ അടച്ചിട്ടില്ല സാർ, ഇത് പ്രശ്നമാവും, ഞങ്ങൾക്ക് പ്രഷറുണ്ട് ഇവിടെ, ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എപ്പോഴും എന്ന് പറയും. എന്തിനാവശ്യമില്ലാതെ അടച്ചു വിട്ട് ഗ്യാസ് ചെയ്ത്. ഓക്കെ, നമുക്ക് 2ാമത്തെ ഓർഡർ അടിച്ചിട്ടുണ്ട്. അസീസ് റെസ്റ്റോറൻറ്റ് പൂജപ്പുര അല്ലല്ലോ, തിരുമല. അപ്പോൾ ഇനി ചെറിയ പ്രൊമോഷൻ പറഞ്ഞോട്ടെ എൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട്. ഒരു 30 സെക്കൻഡ് ഞാൻ പറഞ്ഞിട്ട് ഉടനെ പോവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വണ്ടിയിൽ ഇൻഷുറൻസ് എടുക്കാനുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. സ്കൂട്ടർ മുതൽ ലോറി വരെ, പ്രൈവറ്റ് ആൻഡ് കമേഴ്ഷ്യൽ എല്ലാ ടൈപ്പ് വണ്ടി നല്ല അഫോർഡബിൾ റേറ്റിൽ സൂപ്പറായിട്ട് ചെയ്തു തരും. അതേപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. ഒരു ഫാമിലിക്ക് വേണ്ടിയുള്ള എല്ലാ ബെനിഫിറ്റും അടങ്ങി നല്ലൊരു പാക്കേജ്, അതും കുറഞ്ഞ റേറ്റിൽ സൂപ്പറായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേറെ ഇൻഷുറൻസ് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു ക്ലൈമിൻ്റെ ആവശ്യം വരുമ്പോൾ ഞങ്ങൾ സൈഡിൽ നിന്ന് ഫുൾ സപ്പോർട്ട് എപ്പോഴും കൂടെ കാണും. അപ്പോൾ എൻ്റെ Instagram ID താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ഡീം ചെയ്താൽ മാത്രം മതി, എല്ലാം സെറ്റാക്കി തരാം. ഓക്കെ കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, റീച്ച് ലൊക്കേഷൻ ഓഫ് അസീസ് റെസ്റ്റോറൻറ്റ് പൂജപ്പുര. തിരുമല പൂജപ്പുര എന്ന് വായിക്കത്ത് പറഞ്ഞു. റെഡിയായി നോക്കട്ടെ. സൗണ്ട് കേട്ട് സും സൗണ്ട് വരും. അതാണ് മെസ്സേജ്. എവിടെയാണ് എൻ്റെ പേര്? റെഡിയായി. ഇവിടെ വണ്ടി വെച്ചാൽ എടുക്കാൻ പറ്റുമോ വണ്ടിക്കാർക്ക്? അപ്പുറത്തേക്കാ വാ. കിങ് ഓഫ് ചെന്നൈ കൂടെ വരും പടൈകളെ മാറ്. എന്തൊക്കെ ഐറ്റം ഇവിടെ? ബീഫ് ചില്ലി ഉണ്ട്, ബീഫ് റോസ്റ്റ് ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, ചിക്കൻ റോസ്റ്റ് ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, ചിക്കൻ ചില്ലി ഉണ്ട്. മൊത്തം 6 ഐറ്റം ഉണ്ട്. കൊതിയാണ് വായിക്കുമ്പോൾ തന്നെ. വായിക്കാത്ത വെള്ളം പറഞ്ഞു. 1573 റെഡി ആയില്ലേ? ഓക്കെ,
അങ്ങനെ രണ്ടാമത്തെ ഓർഡർ ഐശ്വര്യമായിട്ട് പിക്ഡ് ചിക്കൻ നൂഡിൽസ്. ഓക്കെ, ഹായ്. മഴ ഉറയ്ക്കോ? ചെറിയ മഴയായിരിക്കോ? ആണല്ലേ? ആ പയ്യ ഇറങ്ങാം. ഇവിടെ അത് വ്ളോഗുണ്ട്. ഹായ് പറ. ആ പോട്ടാ, നോക്കി പോണേ. പയ്യക്കാർ തിരുമല ജംഗ്ഷൻ ഡേഞ്ചറാണ് ഭയങ്കര. ഇവിടെയാണ് സംഭവം ഉണ്ടായത്. ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പേയാടാണ്. ഇവിടെ കറക്റ്റ് 4.5 കിലോമീറ്റർ ദൂരമുണ്ട്. ഇന്ന് തോന്നുന്നില്ല അടിക്കുന്ന ഓർഡർ പേയാടായിരിക്കണം. പേയാട് പോയി ലാസ്റ്റ് പേയ പിടിക്കും എനിക്ക്. റൈമിങ് ഉണ്ട്, അതാണ് നമ്മളെ സെൻസ്. അല്ല പൈസൻ, എനിക്കൊന്നും കേൾക്കട്ടെ, നിങ്ങൾ പറഞ്ഞ പാദ്യം ക്രിഞ്ചാണ്. നമ്മളങ്ങനെ പേയാട് മാർക്കറ്റ് ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റിലാണ് പോകേണ്ടത്. ഒരു മിനിറ്റ് മാപ്പ് നോക്കട്ടെ. ഈ ലെഫ്റ്റിൽ, അപ്പുറത്തെ ലെഫ്റ്റാണ്, അതാണ് ഈസി വഴി. ബേ ഓഫ് ബംഗാൾ ബീച്ചിൽ ഹെൻകാൽ തൊട്ടാൽ എന്നെ പട്ടാവിടും. ഇതൊക്കെ വൈബ് സോങ്ങാണ്, വൈകുന്നേരം കേൾക്കാൻ പറ്റിയ പാട്ടാണ്. അത് എവിടെ നിന്ന് അറിയാമോ? നമ്മൾ ബീച്ചിൽ പോകണം. കോവളത്തും മറ്റേ ഗോവയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിച്ച് കുളിച്ച് നല്ല 2 ബിയറൊക്കെ അടിച്ചാൽ സൂപ്പറായി. വണ്ടി പാക്കറ്റ് കുറച്ച് വണ്ടിയായി പോയി. നേരെ പോകാൻ കുഴപ്പമില്ല, കുറച്ച് കറങ്ങി പോകണം. ഇതാ പെട്ടെന്ന് എത്തും. ഇവിടുന്ന് റൈറ്റിലാണ് പോകേണ്ടത്. ആ സൂപ്പർ, നല്ല കുത്ത് ഇറക്കും കേട്ടാ. ചുമ്മാ ഇരുന്നാൽ മാത്രമേ വണ്ടി ഓട്ടോമാറ്റിക്കായി പൊയ്ക്കോളൂ. അല്ലേ ബൈസൺ? എന്തൊരു സുഖം, ഒരു എഫർട്ടും ഇല്ല. ബൈസൺ ഒരു കാര്യമുണ്ട്, ഇറക്കൊണ്ടൊരു കയറ്റമുണ്ട്, അതാണ് ലൈഫ്. ചുമ്മാ വാങ്ങിച്ചോണ്ട് നെഗറ്റീവ് അടിച്ചുകൊണ്ട് സന്തോഷങ്ങൾ വരുമ്പോൾ ആസ്വദിക്കണം, അല്ലാതെ വിഷമിക്കാൻ പാടില്ല. അടുത്ത കസ്റ്റമർ എന്ന് പറഞ്ഞോണ്ട് നല്ല ബൈസൺ ഫിലോസഫി അടിക്കണം കേട്ടോ. വേറെ ലെവലിലാണ് നീ. ഒരു ഹൊറർ വൈബ് അടിക്കുകയാണ് ഈ ഏരിയ കാണുമ്പോൾ. ഫുൾ കാടല്ല, നോക്കോട്ട്. ബൈസൺ പേടിച്ചാ? ഞാൻ എന്തൊരു പേടിക്കണം, മനുഷ്യന്മാരെ കടിക്കണം പ്രാതം. ഞാനൊക്കെ ഇരുമ്പാണ്, എന്നെ തൊടാനൊന്നുമില്ല. ഇവിടെ അല്ലേ അഭിനന്ദല്ലേ? ശരി. വങ്കക്കടലിലേ പുതുമുഖം തെരിന്തത്. ബൈസൺ, നീ കുറച്ചും ബന്ധു പറഞ്ഞ് പ്രയാതം വന്നിട്ട് ബൈക്കിന് അറ്റാക്ക് ചെയ്യില്ലെന്നാ. ഗോസ്റ്റയുടെ സിനിമ അറിയാമോ? ചുമ്മാ എനിക്ക് വാങ്ങിച്ചോണ്ട് പേടിപ്പിക്കാതെ. അപ്പൊ പേടി ഉണ്ടല്ലേ? അപ്പൊ ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ട് കുറച്ച് ലോങ് ഓർഡറാണ്. അസീസ് റെസ്റ്റോറൻറ്റ് പൂജപ്പുരേനെ. ഇവിടെ മഴ കുറച്ച് സുതീഷേ. ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യാൻ, ഇങ്ങോട്ടിരണോ വേണ്ടേ? ആ മഴ വിട്ട് കണ്ട. തൊട്ട് 50 മീറ്റർ അപ്പുറത്ത് മഴ, ഇവിടെ മഴയില്ല. അതാണ് മഴയുടെ ഒരു കണക്ക്. ഓക്കെ, അഗൈൻ റീച്ച് ലൊക്കേഷൻ ഓഫ് റെസ്റ്റോറൻറ്റ് ഓഫ് ദ ഹസീസ് റെസ്റ്റോറൻറ്റ് പൂജപ്പുര. തിരുമല. പൂജപ്പുരയെന്ന് വൈകത്ത് പിന്നെയും പറയാം. എന്ത് ചെയ്യാൻ, ബിക്കോസ് ഐ ലവ് പൂജപ്പുര. റീച്ച് ലൊക്കേഷൻ റെഡി ആയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. എന്തോ റെഡി ആയില്ലേ? 10-15 മിനിറ്റ് വന്നിട്ട്. ഷവർമയൊന്നും ഇല്ല. തീർന്നും തോന്നുന്നുണ്ട് ഷവർമയൊക്കെ. ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയ. റെഡി ആയത് ഷവർമയാണ്. 3 ഷവർമ. ആ എന്നാൽ കുറച്ച് ഷവർമ കൈ തരുമോ? ഒരു ഭാഗം കഴിക്കായിരുന്നു. വിശക്കണം. ബൈസാണ്, നിനക്ക് വിശക്കണോ? എന്തോന്ന് ചോദ്യം, വിശക്കണമെന്ന്? വിശപ്പേ ഉള്ളൂ. ഓ, അടിക്കണത് 2 ലിറ്റർ പെട്രോള്. അതിൽ 1 ലിറ്റർ രാവിലെ തീർന്ന്. ഈ ബാക്കി 1 ലിറ്ററേ ഉള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും ബൈസാണ്? സോറി. നമുക്ക് ഒരു ലോങ് ഡ്രൈവ് പോകുമ്പോൾ വയർ നിറച്ച് ഒഴിച്ചു തരാം. നല്ല കുടിച്ചോ കേട്ടാ. ഒരു സാവട്ടെ പോവാം. ഒരു 6 മാസം പറഞ്ഞോണ്ടിരിക്കുക, നടക്കുന്നുള്ള കാര്യങ്ങളൊന്നും നടക്കും. നോക്കിയപ്പം ഇനി ഈ വർഷം ആവട്ടെ. നോക്കി ഈ വർഷം കഴിഞ്ഞ് അടുത്ത വർഷം ആകുമ്പോൾ നമ്മൾ വേറെ ലെവലായിരിക്കും. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഒരു 10-15-20 മിനിറ്റ് ആയി. സാധാരണ ലേറ്റ് ആവില്ല. ഇപ്രാവശ്യം എൻ്റെ ലേറ്റായി. ഞായറാഴ്ചയല്ലേ, ഓർഡർ കൂടുതലായി. 6184 അത് തന്നെ നമ്മളത് തന്നെ. 3 ഷവർമ റോൾ പീക്ഡ്. കാണുന്നുണ്ടാ? കൈവിട്. താങ്ക് യു. ഇന്നത്തെ വ്ളോഗിലുണ്ട് കേട്ടാ. ശരി, ഓക്കെ, നടക്കട്ടെ, ജോലി നടക്കട്ടെ. നമ്മുടെ ഫോളോവേഴ്സ് അല്ല. ശരി തന്നെ ദിശ, നീ മാസ്. ബൈസോ, നീ മാസം കേട്ടാ. നമ്മളറിയാവുന്നൊരു പാർട്ടി ഇവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സന്തോഷം ഭയങ്കരമായിട്ട് ഫീൽ ആണ്. സന്തോഷം പീക്ക് ലോഡിങ്. ഇവിടെ വളയ്ക്കാത്തൊരു പാടാണ്, ആ ഒരു വിഷയമുണ്ട്. നോക്കിയുണ്ടെങ്കിൽ വളച്ചാൽ കൊള്ളാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇടിച്ച് എല്ലാം പൊട്ടി പോകണം ഇൻഡിക്കേറ്റർ ഉണ്ടെങ്കിൽ. ഓക്കെ, പോന്നാ. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ വട്ടിയൂർക്കാവ് 3-ാം മൂടാണ്. ഇവിടെ കറക്റ്റ് 6.8 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 8:45 ആയിട്ടുണ്ട്. എന്തോ ഫ്രീ 1 മിനിറ്റ് ബോഡി ഫാറ്റ് ടെസ്റ്റ്. ഓ, അതാ നമ്മളെ ഫാറ്റ് നമ്മൾ കുറച്ച്, ഒരു 10 കിലോ കുറച്ച്. ഇപ്പോൾ നമ്മൾ ChatGPT വഴി എല്ലാം ട്രൈസ് ചെയ്ത് റെഡിയാക്കി എടുത്ത് 91 കിലോ ഉണ്ടായിരുന്നു. ഇപ്പോൾ കറക്റ്റ് ഒരു 83.5 കിലോ ആയി. സൂപ്പറല്ലേ? അതൊരു 4-5 മാസം കൊണ്ട്. മെയിനായിട്ട് പറയാനുള്ള കാര്യം ഡയറ്റിംഗ് ആണ്. ഡയറ്റിംഗ്, പിന്നെ നമ്മളുടെ ബോഡി വർക്കൗട്ട് ലൈറ്റായിട്ട് ചെയ്താൽ കൊള്ളാം. എൻ്റെ വർക്കൗട്ട് എന്ന് പറഞ്ഞത് എൻ്റെ ജോലിയാണ്. ഇതിലൊരു 10 മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫാറ്റ് ബേണിംഗ് ആവും. ചെറിയ വിശപ്പുണ്ട്, കഴിച്ചിട്ട് പോയല്ലോ. ഇതല്ലേ ഇതാണ് ഏറ്റവും ബെസ്റ്റ് മുട്ടായി. പൊട്ടിക്കാനാണ് പാടല്ലേ. ഓക്കെ, പോകണോ? ആഹാ, എന്തോ ടേസ്റ്റ്, സൂപ്പറായി. പറയാ, മുട്ടായി ഏറ്റവും ബെസ്റ്റ് ഇതാണ്, കപ്പലിൻ്റെ മുട്ടായി. ഈ കപ്പലിൻ്റെ മുട്ടായിനെ റീമോഡൽ ചെയ്താണ് സ്നിക്കേഴ്സ് ഇറക്കിയത്. സ്നിക്കേഴ്സ് ഇറക്കി ഭയങ്കര വിശപ്പുണ്ടാവും. ആ സമയത്ത് പെട്ടെന്ന് ഒരു കടയിൽ കയറി 2 മുട്ടായി കഴിക്കുമ്പോൾ എനർജി കയറും. ഓക്കെ, നമ്മളതിനെ വട്ടിയൂർക്കാവ് ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ റൈറ്റിലാണ് പോകേണ്ടത്. വണ്ടി ഇതിൽ പറഞ്ഞല്ലോ. കയറ് അത്രേ ഉള്ളൂ. സുധീഷേ, ലൊക്കേഷൻ എന്താ പറഞ്ഞത്? SBI അവിടെ നിന്ന് താഴോട്ട്. SBI അല്ല, സർവീസ് സഹകരണ ബാങ്ക്. അങ്ങോട്ട് തന്നെ ഈ റോഡ് ഇറങ്ങി സ്ട്രെയിറ്റ് അങ്ങ് വരിക. ആ റോഡ് എൻ്റെ ആകുമ്പോൾ ലെഫ്റ്റ് റൈറ്റും ഉണ്ട്. അതിൽ റൈറ്റ് കയറണമെന്ന് കസ്റ്റമർ പറഞ്ഞത്. ഓക്കെ. ഓഹോ, റോഡൊക്കെ ഒത്തിരി മോശമാണ് കേട്ടോ. ഇങ്ങോട്ടൊക്കെ
മെയിൻ റോഡിൽ നിന്ന് ഏത് പോക്കറ്റ് റോഡിൽ കയറിയ റോഡ് മോശമാണ് അല്ലേ സുവിശേ? ഒന്നും പറഞ്ഞ് കാര്യമില്ല, നമ്മൾ പയ്യെ നോക്കിയിട്ട് പോയാൽ മതി. ഓ ഈ റൈറ്റാണ് കയറാൻ പറഞ്ഞിരിക്കണത് റോഡ് എൻ്റെ ആകുമ്പോൾ. അവിടെ ഇല്ല അപ്പോൾ ഈ റൈറ്റ് കയറി. ഇതെന്തോന്ന് ഇവിടെ കാട്, മൈ ഗോഡ്, കാട്ടിനകത്ത് വരാൻ പറഞ്ഞത്. വഴി മാറി ഈ റൈറ്റ് അല്ല. എന്തോ ചവിട്ടി, ഞാൻ എന്തോ ചവിട്ടിയാന്തോ ചെളിയാ എന്തോ അത്. ഓഹോ ചെളിയനെ വേറെ ഒന്നുമില്ല, പേടിച്ചു പോയി. മഴ സമയം ആയതുകൊണ്ട് എന്തെങ്കിലും റോഡിൽ കാണും. ആ റൈറ്റാണ്, കുറച്ച് ടഫസ്റ്റ് റൂട്ടാണിത്. ഹൗസ് നമ്പർ നോക്ക് 108 പറഞ്ഞത്. 105B ഒക്കെ വരണം, 106 വരണം, ഇങ്ങോട്ടായിരിക്കും. 108 എവിടെ നിന്നാണ് പറഞ്ഞത്? ഇവിടെയാണോ? ആ അവിടെ തന്നെ. ഓക്കെ റിവാർഡ് കിട്ടിയല്ലോ. എന്തിനാണ് റിവാർഡ്? ഓ വെയിറ്റിംഗ് ചാർജ് 25 രൂപ. കൊള്ളാം, അതൊക്കെ തരാൻ അറിയാമല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയി എങ്ങോട്ട് പോകും? ഈ ലെഫ്റ്റ് അങ്ങോട്ട് വഴിയുണ്ടോ? സുധീഷൻ നോക്ക്, വഴി ഉള്ളതുപോലെ തോന്നണ്. ഒന്ന് പോയി നോക്കിയാലത് വഴി. നമ്മൾ ഈ അറിയാത്ത വഴി കൂടെ ട്രാവൽ ചെയ്ത് അതുവഴി പുതിയ അറിവുകളും പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റും, മനസ്സിലായോ? അതുകൊണ്ട് നമ്മളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ പോണ ഡെഡ് എൻഡ് ആണെങ്കിൽ പറഞ്ഞ കാര്യമില്ല. ഓ അപ്പോൾ ഡെഡ് എൻഡ് ആണെന്ന് തോന്നുന്നു. സുധീഷ് എന്തിനാവശ്യമില്ല ചെയ്യാൻ പോണതൊക്കെ? ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ? ഇതിൻ്റെയൊക്കെ വഴിയുണ്ടോ നോക്ക്. വഴിയൊന്നും കാണാൻ വഴിയില്ല. ചെറിയ മുടുക്കാൻ സുധീഷ് ഇത് വേണോ? അങ്ങോട്ട് പോകണ്ട, റിസ്ക് അങ്ങോട്ട് വഴിയില്ല. ഇപ്പം നീ കാണിച്ചതിൻ്റെ പേരെന്ന് പറയാമോ? ബട്ടക്സ് കൊഴുപ്പ് എന്ന് പറയും. അതിന് കറക്റ്റായ മലയാളം പറഞ്ഞാൽ ശരിയാവില്ല. പക്ഷേ വഴി കാണിച്ചിട്ട് ഇങ്ങോട്ട് പോകണമായിട്ട് മെയിൻ റോഡിലോട്ട്. വൈ ദ റീസൺ ഓഫ് വഴിയില്ല. ശരി വാ, വന്ന വഴി തിരിച്ച് വാ. നല്ല ഷോ കാണിച്ചാണ്. സുധീഷ് മഴ പെയ്യുന്നുണ്ട്, എന്ത് ചെയ്യാൻ? ഒതുങ്ങി നിൽക്കണോ? ഓ മൈ ഗോഡ്, ഹെവി വലിയ തുള്ളികൾ മഴ. അയ്യോ നനച്ചു കളഞ്ഞ തന്നെ ഒറ്റയടിക്ക്. ഒന്നാമത് സമയം എന്താണ്? റോക്കെ റെയിൻ കോട്ടടായി. ഇവിടെ കടയുണ്ട്, ഇവിടെ കയറി നിൽക്കേണ്ട സമയം എന്താ? ഇങ്ങനെ പെയ്ത് കഴിഞ്ഞാൽ ഒറ്റയടിക്ക്. ഓ വെറും മഴ ഇത്, എൻ്റെ അമ്മോ മൈ ഗോഡ്. ഇനിയാണ് ജോലി ഉള്ളത്, മഴയത്തുള്ള ജോലി. മഴ ഉണ്ടെങ്കിലേ ആ വ്ളോഗ് രസമുള്ള കാണാം അല്ലേ? ഇവിടെ തോന്നുന്നു ഇറച്ചി വെട്ടണ കടയാ. ഓ ശരി തന്നെ. സാറിന് മഴ എങ്ങനെ വേണം? ലൈറ്റായിട്ട് തുടങ്ങി പയ്യെ പെയ്ത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇത് മറ്റേ ബക്കറ്റിൽ വെള്ളം കോരി ഒഴിക്കില്ല പെട്ടെന്ന്, അതേപോലെ ആയിപ്പോയി. ദിശ വീണളയിൽ ഒറ്റക്കാലിൽ നിൽക്കുകയാണ് റെയിൻകോട്ട് ഇടുമ്പോൾ. ഓക്കെ എങ്ങനെയൊക്കെ പാൻറ് ഇട്ട് ഉടുപ്പിടാൻ എളുപ്പമാണ്, പാൻറ് ഇടാണ് പാട്. ഒറ്റക്കാലിൽ നിൽക്കുകയും വേണം, ചെരുപ്പും മൂടണം. പൈസൻ ഹാപ്പി അല്ലേ? നല്ല മഴ. നിങ്ങൾക്ക് റെയിൻകോട്ട് ഉണ്ട്, ഹാപ്പി. ഞാൻ എന്തോ ഹാപ്പി. ശരിയാണ്, പാവല്ലേ ബൈസൺ. വിഷമിക്കും, പറയൂ ബൈസൺ, നീ പറയില്ല കേട്ടോ. ബൈസൻ്റെ ദേഷ്യം മറ്റൊരു ട്രിക്കുണ്ട്, ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. വെയിറ്റ്, ഉടുപ്പിൻ്റെ കൈ എവിടെ നിന്നാണ് കിടക്കണത്? എൻ്റെ അമ്മോ ഒരു പാട് ഉടുപ്പിടാൻ. ഓക്കെ ഉടുപ്പിട്ട് കഴിഞ്ഞു. ഇപ്പോൾ മഴ നിൽക്കും, നോക്കിക്കോ. ഈ അണയാൻ പോണ തീ ആളിക്കത്തെന്ന് പറയും പോലെയാണ്. വണ്ടി ലുക്ക് അല്ലേ? മതി ഇത് സ്ഥിരം പറഞ്ഞ ഡയലോഗ് തന്നെ, എന്നാലും എനിക്ക് ഇഷ്ടമല്ല ഇതൊക്കെ. ഓക്കെ ഇപ്പോൾ നേരെ അടുത്ത് എങ്ങോട്ട് പോകാൻ? സുധീഷ് ഓർഡർ അടിച്ചാൽ നോക്ക്. അടിച്ച് ഓർഡർ അടിച്ച് വൈബ്രേഷൻ അടിക്കുന്നു. ഇതിനേക്കാളും വലിയ മഴ കണ്ടു. പിന്നെയാണ് ഈ മഴ. DJ ഇമ്പീരിയൽ സൂട്ട്സ് എവിടെ? അത് ശാസ്ത്രമംഗലത്ത് ഓർഡർ അടിച്ച്. അപ്പോൾ മഴ ഹെവി തന്നെ, ലൈറ്റ് മഴയൊന്നുമില്ല, നിൽക്കാനൊന്നുമില്ല. ഇനി പെയ്തുകൊണ്ടിരിക്കും 10-12 മണി വരെ. ഭയങ്കര ക്ഷീണം കേട്ടോ, ഉറക്കം വരും പോലെ ഫീൽ ആയിരിക്കണം. എന്താണെന്ന് പറഞ്ഞൂടാ, ഉറക്കം ശരിയാവുന്നില്ല. അതിൻ്റെ മെയിൻ റീസൺ നമ്മളെ വാസുകി ഉണ്ടല്ലോ, പശുവിൻ്റെ അനിയത്തി, എൻ്റെ ഇളയ മോള്. രാത്രി ആകുമ്പോൾ ഇത് കരച്ചിലാണ്. ഇപ്പോൾ ഇടയ്ക്ക് ചെറിയ പനി വന്നായിരുന്നു, ഇപ്പോൾ ശരിയായി. എന്നാൽ ഈ രാത്രി ഇടയ്ക്കിടയ്ക്ക് കഴിച്ച് കരയാണ്. രാത്രി ഉറക്കമല്ലേ മെയിനായിട്ട്, ഉറക്കം മൊത്തം പകലാണ്. അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ രാത്രി കരച്ചിൽ കാരണം നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. അതാണ് മെയിൻ വിഷയം. ഓർഡർ റെഡിയായി. അകത്താണോ മോളാ? ഓക്കെ. ഇപ്പോൾ രാത്രിയത്തെ ഉറക്കം ശരിയാകത്തോണ്ട് പകലിൽ ഇത്തിരി ഉറക്കം വരും ഉച്ച കഴിയുമ്പോൾ. ഇപ്പോൾ ലൈറ്റായിട്ടൊരു ക്ഷീണം, ഉറക്കക്ഷീണം പോലെ. അതാണ് എനർജി കുറവായിരിക്കണം. ശരി കുഴപ്പമില്ല, പിള്ളേരൊക്കെ അങ്ങനെയൊക്കെ തന്നെ എല്ലാ വീട്ടിലേ. 9552 അത് വരാമോ? അതേനെ ഇത് 3 അപ്പം വിത്ത് മട്ടൻ കറി ഫേക്ക്ഡ്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പേരൂർക്കടയാണ്. ഇവിടെ കറക്റ്റ് 3.1 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 9:30 മണിയായി. ഓക്കെ ലൊക്കേഷൻ എത്താറായി. പേരൂർക്കട ഹോസ്പിറ്റൽ. എവിടെ അത്? എന്തോ ഹോസ്പിറ്റൽ, മോഡൽ ഹോസ്പിറ്റലാണ് അങ്ങനെയല്ലേ പറഞ്ഞത്? ഇവിടെ തന്നെ ജില്ലാ മാതൃ ഹോസ്പിറ്റൽ. കസ്റ്റമർ ഇതായിരിക്കുമോ നടന്നു പറഞ്ഞത്? ഇവിടെയാണ് ഓർഡർ ചെയ്ത് സൊമാറ്റോ. ഓക്കെ ശരിയാണ്. ഓക്കെ മണി ഇപ്പോൾ കറക്റ്റ് 9:30 ആയിട്ടുണ്ട്. സമയമായിട്ടില്ല വീട്ടിൽ പോകാൻ. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം പേരൂർക്കടല്ലേ. അങ്ങനെ ആകുമ്പോൾ അടുത്ത ഓർഡർ മിക്കവാറും വലിയ കടയിൽ റെസ്റ്റോറൻറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട്. സർജ് ഓണില്ല, ഓഫായിട്ടില്ല. പക്ഷേ ഓട് കുഴപ്പമൊന്നുമില്ല, എനർജിയൊക്കെ വന്നോളൂ ഓട്ടോമാറ്റിക്കായിട്ട്. ബൈസൺ ഓക്കെ ആണല്ലോ? ബൈസൺ അടുത്ത ഓർഡർ വെച്ച് നീനെ പറ. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഇമ്പീരിയൽ കിച്ചൺ കവടിയാറാണ് അക്സെപ്റ്റ്. കൊടുത്ത്. ഓക്കെ താങ്ക് യു. റീച്ച് ലൊക്കേഷൻ ഓഫ് ഇമ്പീരിയൽ കിച്ചൺ റെഡിയായി നോക്ക് ബൈസൺ. നിനക്ക് നോക്കാൻ പറ്റില്ല, കയ്യിലല്ലോ. റീച്ച് ലൊക്കേഷൻ റെഡി ആയിട്ടില്ല, പ്രിപ്പയറിംഗ് ആണ്. വെയിറ്റ് ചെയ്യാം. പോട്ടെ നിൽക്കാതെ പോയിക്കൊണ്ടിരിക്കട്ടെ. ഓക്കെ റെഡി ആയി. 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കുഴപ്പമില്ല. കുറച്ച് റെസ്റ്റ് എടുത്ത് നല്ലതിനെ. ഫ്രൈഡ് റൈസ് ചിക്കൻ 1720 അതേനെ. ഓക്കെ എൻ്റെ കാക്ക പണി തന്നൂടെ. ഇത് കാക്കയാണ് ഡൈനോസറാണ് ഇങ്ങനെ നടക്കണ്?
ഒരാഴ്ച പോയില്ലോണ്ട് കാക്ക. പക്ഷേ എൻ്റെ കുറച്ച് പാൻറ്റിലുമായി. എനിക്കിന്നേ ഓരോരുത്തന്മാർ എവിടെ നിന്ന് വരണമെന്ന് തോന്നും. കുടിക്കാനുള്ള വെള്ളം കംപ്ലീറ്റ് കളഞ്ഞു. സ്മെല്ല് സഹിക്കാൻ പറ്റില്ല. വേറെ ഇടത്തുനിന്നായില്ലോ. കസ്റ്റമറെ കാണാനുള്ളതാണ്. ഡ്രസ്സിലൊക്കെ ആയിക്കഴിഞ്ഞാൽ കസ്റ്റമർ ഫുഡ് വാങ്ങിക്കില്ല. കാക്കയുടെ കാര്യം ഇത് കാക്കയൊന്നുമില്ല, ഇത് വേറെ ഡൈനാസറാണ്. പുറക്കണം ഡൈനാസർ. ഇന്നാതെ ഞാൻ ടയർഡാണ് നിൽക്കുക. ഇടയ്ക്ക് ഇതും കൂടെ ചെയ്താൽ വേറെ എവിടെയെങ്കിലും ആയാ ഹാൻഡിലായ നോക്ക്. ഇല്ല, വേറെ ഇടത്തൊന്നും ആയിട്ടില്ല. കുറേ ദിവസം ഇതിൻ്റെ ശല്യം ഇല്ലായിരുന്നു. ഇപ്പോൾ എവിടെ നിന്നൊന്നും എന്തോ അത് കാക്കരി ആര്യ പോലില്ല ഈ ഭാഗത്ത്. ഇവിടെ ഒന്ന് ചെയ്തിരിക്കണം നോക്ക്. എന്നെ ഫോളോ ചെയ്യണട്ടെ ഈ സാധനം. ശരി വാ പോവാം, പറഞ്ഞ കാര്യമില്ല. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കുടപ്പനംകുന്നാണ്. ഇവിടെ കറക്റ്റ് 5.2 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 9:53 ആയിട്ടുണ്ട്. ഇതാണ് ലാസ്റ്റ് ഓർഡർ. ഈ ഓർഡർ കൊടുത്ത് നേരെ വീട്ടിൽ പോയി നല്ല ഫ്രഷ് ആയിട്ട് കുളിക്കണം. ആദ്യം നല്ല അടിച്ച് നനച്ച് കുളിച്ചിട്ട് ആഹാരം കഴിച്ചിട്ട് നേരത്തെ ഉറങ്ങണം. ഓക്കെ, ലൊക്കേഷൻ തരാം. ഇവിടുന്ന് ലെഫ്റ്റ് പോയിട്ട് റൈറ്റ് എടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഒരു കുളം ഉണ്ടല്ലേ. ആഹാ, കാണുമ്പോഴേ പടിയാക്കണം. ഒമ്പോ സംഭവം ലൈറ്റൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും വരുമ്പോൾ തോന്നും. ആര്? ആര്? നീലി. ആ കോമഡി ആർക്ക് അറിയാം. ഓക്കെ, ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഹൗസ് നമ്പർ എത്ര? 100 ഇവിടെ 107 പറഞ്ഞു. അവിടെ എത്ര പറഞ്ഞു? 108 പറഞ്ഞു. ബാക്കിലാണ്. നീലി വല്ല ഉണ്ടോ ഈ ഭാഗത്ത് വല്ലതും? 100 അവിടെ പറഞ്ഞത്. 100 കാണാനില്ല ഈ ഭാഗത്തൊന്നും. മൈ ഗോഡ്, ഓർഡർ ചെയ്ത ലക്ഷ്യയിലാണ്. കുളം കണ്ട് അങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. ഓ, വെരി സ്കാരിങ് പോണ്ട്. ഇവിടെയാണ് മാപ്പ് കാണിച്ചത്. ഈ പോണ്ടിൻ്റെ പേര് കുന്നത്തുകുളം പോണ്ടാണ്. വീടൊന്നും ഈ ഭാഗത്ത് കാണാനില്ല. ഇവിടെ കൂടിയാണ് പോണ നമ്പർ. ഹൗസ് നമ്പർ 100 ആവശ്യമാണ് സുധീഷിന്. എന്തായാലും പോയി നോക്കാം. അങ്ങോട്ട് ചിലപ്പോൾ കാണണമെങ്കിലോ. വേറെ ഇവിടെ ഈ ഭാഗത്തൊന്നും ഇല്ല. ബാക്കിലോട്ടൊന്നും. നീ എവിടെയാ പൊയ്ക്കൊണ്ടിരിക്കുന്നത്? ബാക്കിലോട്ട് പോ സുധീഷേ. മതി വെറുതെ സമയം കളയാനോ. കൊള്ളാം കേട്ടോ. ലാസ്റ്റ് ഓർഡർ നല്ല തന്ന്. പെട്ടെന്ന് കൂടുതൽ വീട്ടിൽ പോകാൻ നോക്കും. പെട്ടെന്ന് നോക്ക്. 100 ഇവിടെ 100 വരും. കൂടിയാണ് പോകണം അല്ലേ? കുറഞ്ഞല്ല. കുളത്തിൻ്റെ അങ്ങോട്ടാണോ ഇനി? വിളിച്ചു നോക്കാം അങ്ങോട്ട് പോയിട്ട്. ശരി, ഓക്കെ. എവിടെയൊന്നും പിടിയില്ല. അപ്പം അങ്ങോട്ടല്ല, കൂടിയാണ് പോകണമെന്ന് ആ പുള്ളി പറഞ്ഞത്. ഇത് ലൂപ്പ് പോലെ ആയിപ്പോയി. കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കുറേ നേരം കൊണ്ട്. ബൈസൺ എന്തോന്ന് കാണിക്കണത്? ദേഷ്യം പറഞ്ഞ ബൈസൺ. ഉമ്മൂ കലിപ്പാണ് ബൈസൺ. ഉപ്പൂ മുട്ടം കലിപ്പ്. ഇവിടെ തന്നെ 104 പറഞ്ഞു. 104 ആകുമ്പോൾ അങ്ങോട്ട് കുറഞ്ഞല്ലേ പോകണം. അപ്പം ഇവിടെ 104 മാത്രമേ ഉള്ളൂ. 104 ABCDEFGH ഒക്കെ പറഞ്ഞു. പിള്ളേർക്ക് ABCD പഠിക്കണമെങ്കിൽ ഇവിടെ വന്നാൽ 104 എല്ലാ നമ്പറും ഉണ്ട്. തൊട്ട് ഇസഡ് വരെ. അപ്പോൾ ഇവിടെയും അല്ല. അടുത്ത് എങ്ങോട്ട് പോകാൻ? കറങ്ങി അടക്കാം. നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ. എന്നാൽ എവിടെ നിന്നാണ് 100 പറഞ്ഞത്? സുധീഷിന് ഈ സമയം കൊണ്ട് കസ്റ്റമർ വിളിക്കായിരുന്നു. പക്ഷേ സുധീഷ് വിളിക്കൂല. കാരണം കണ്ടന്റ് വേണം അല്ലേ? സത്യം പറഞ്ഞാൽ ഈ ചില കാര്യങ്ങൾ ഞാൻ കണ്ടുപിടിക്കണം. ഇവിടെയാണോ 100 പറഞ്ഞത്? ഹൗസ് നമ്പർ 100 എവിടെയാണ്? 100 ഇവിടെ തന്നെ അല്ലേ? അവിടെ കാണിച്ചു മാപ്പ്. അനന്തൂല്ലേ? ആ, ശരിയാ. ഓക്കെ, തോട്ടം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. നമ്മളെ ബൈസൺ ബൈക്ക് വന്നിട്ട് കറക്റ്റ് ഒരു 4 വർഷം ആയെന്ന് തോന്നുന്നു. 2022 ജൂണിലാണ് വന്നത്. അപ്പോൾ ഇന്നത്തോടെ ചേർത്ത് മൊത്തം 4 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4 വയസ്സായി ബൈസൺ. ഹാപ്പി ബർത്ത്ഡേ ടു യു ബൈസൺ. ബൈസൻ്റെ പിറന്നാൾ ആഘോഷിക്കണ്ടേ? എന്ത് പറയാണ്? ഓർമ്മയൊക്കെ ഉണ്ട്. ഞാൻ സംഭവം വിട്ടുപോയി ഈ തിരക്കിനിടയിൽ. ഇപ്പം എന്തായാലും എല്ലാവരും ചിലവുണ്ട്. എല്ലാവരും നേരെ താജ് ഹോട്ടലിൽ വന്നാൽ മതി. അവിടെ ബൈസൻ്റെ വകയായിട്ട് 2 പാലേ, പിന്നെ വന്നിട്ട് തേയില 1 അത്ര തന്നെ. ഓക്കെ, പോന്നാ. 2 പാല്, 1 പാക്കറ്റ് മുളക് പൊടി, 1 പാക്കറ്റ് തേയില, 4 മുട്ട. 10ൻ്റെ തേയില മതിയാ? തികയോ നാളത്തേക്ക്? ബാക്കി നാളെ വാങ്ങി ആവശ്യമുണ്ടായി. പെട്രോളിൻ്റെ വില കൂടി, പാലിൻ്റെ വില കൂടി, എല്ലാം കൂടട്ട്. ശമ്പളം മാത്രം കൂടായിരുന്നാൽ മതി. ഇപ്പോൾ ഇന്ന് ഡിന്നർ എന്ന് പറയുന്നത് പൂരി ആൻഡ് എഗ് മസാല. കഴിച്ചാലോ? കാമോൺ, ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് ഫുഡാണ്. ആദ്യം ഒരു വലിയ പീസ് പൂരി ഇങ്ങനെ എടുക്കുക. ഇത് വരണില്ലേ? കുറച്ച് ആറിപ്പോയിട്ടാ. നേരത്തെ പറഞ്ഞായിരുന്നു. ചൂടോടെ കഴിച്ച സൂപ്പറായിരുന്നു. ഇങ്ങനെ എടുത്ത് ഇങ്ങനെ മുക്കിയിട്ട് ഇതൊക്കെയാണ് സ്വർഗം. ഇതിനപ്പുറം സന്തോഷം എവിടെയില്ല. വിശന്ന് വന്ന് ഇഷ്ടമുള്ള ആഹാരം കഴിക്കുമ്പോൾ സന്തോഷം വന്നപ്പോൾ സൂപ്പർ കേട്ടോ. അടിപൊളി. എന്ത് ഓട്ടമല്ലേ കുഴപ്പമില്ല. സാധാരണ ഞായറാഴ്ച 1500 ഓടും. 1000 ഓടിയുള്ളൂ മൊത്തത്തിൽ. നല്ല മഴ ഉണ്ട്. കഴിഞ്ഞ വ്ളോഗിൽ ഫുൾ മഴയായിരുന്നു. ഇതിൽ പാതി മഴ പാതി മഴയില്ല. ഓക്കെ, അപ്പോൾ എന്റെയാ ടയർഡായി. കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാം. ഓക്കെ, അപ്പോൾ ജീവിതത്തിൽ തെറിയുണ്ട്. തെറിയൊക്കെ പെയ്യെ പറയാം. ഇപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും കുറച്ച് സെൻറ്റ് അടിക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് മൂവ് ഓൺ ആക്കുക. മാക്സിമം ലൈഫ് അടിച്ച് പൊളിക്കുക. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. എല്ലാ പേജ് കട്ടൊക്കെ നിൽക്കണം. വാ 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 ബൈ, സീ യു.